പേര് എൽദോ. ഞാൻ വെളിനാട് പിറവം വെളിനാട് എന്ന സ്ഥലത്ത് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ മാസം 4-ാം തീയതിയാണ്. ഞാൻ അതിശക്തമായി മദ്യപാനിയായിരുന്നു. 25 വർഷമായിട്ടുള്ള മദ്യപാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്നേ ദിവസം തന്നെ ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. പിന്നെ അതുകൂടാതെ എനിക്ക് നേർച്ച വസ്തുക്കൾ എല്ലാം ഉപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചത്. അത് പിന്നെ ഇതുവരെ എനിക്ക് എനിക്ക് ഒന്നിനും തോന്നിയിട്ടുമില്ല. ആത്മീയമായിട്ടുള്ള എല്ലാ ഉയർച്ചകളും തന്ന് കൃപാസന മാതാവ് സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അതും ഇതുപോലെ തന്നെ 25 വർഷമായി എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. എല്ലാവിധ വാഹനങ്ങളും ഞാൻ ഓടിക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും പിന്നെ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഞാൻ 2-3 തവണ അപേക്ഷിച്ചു. 2-3 തവണയും എനിക്ക് ലൈസൻസിന് കിട്ടിയില്ല. പിന്നെ ഒരു തവണ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം പറഞ്ഞ് വീണ്ടും അപേക്ഷിച്ചു. വീണ്ടും ലേണേഴ്സിന് ചെന്നപ്പോൾ കമ്പ്യൂട്ടറാണ് ടെസ്റ്റ്. എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കൃപാസന മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും തേനും ഞാൻ കൊണ്ടുപോയി കമ്പ്യൂട്ടറിന് മുമ്പിൽ കൊണ്ടിട്ടിട്ട് അന്നേ ദിവസം തന്നെ ഞാൻ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. തേനും തൈലവും ഉപ്പും ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലേണേഴ്സിന് ടെസ്റ്റിന് ഞാൻ ഇരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഒരു ആൻസറിന് 30 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ 12 എണ്ണം ശരിയാക്കണം. 20 എണ്ണത്തിൽ 12 എണ്ണം ശരിയാക്കണം. 12 എണ്ണം പെട്ടെന്ന് തന്നെ ഒന്നും അറിയാതെ ഞാൻ തൊടുമ്പത്തേം തന്നെ എല്ലാ നോബും ആ ആൻസറെ തന്നെ ചെന്ന് എനിക്ക് 5 മിനിറ്റും കൊണ്ട് 12 ഉത്തരങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഞാൻ എൻ്റെ സൈറ്റിൽ എനിക്ക് കൂലിപ്പണിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സൈറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് പല കടകളിലും കയറിയപ്പോൾ പോകല്ലായിരുന്നു കാശ് രൂപം കടന്നത്. അപ്പോൾ ഞാൻ ആ കാശ് രൂപ പൈസയൊക്കെ എടുക്കുന്ന സമയത്ത് കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ പോയി. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കാശ് രൂപ എൻ്റെ കയ്യിലില്ല. ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ അപ്പോൾ തന്നെ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഞാൻ തിരിച്ച് നേരെ എൻ്റെ അർദ്ധരാത്രി ഒരു 8 മണിയായി കാണും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ സൈറ്റിൽ പോയി കയറിയ കടകളെല്ലാം കയറി എല്ലായിടത്തും അവിടെ ഒന്നുമില്ല. തിരിച്ച് റിട്ടേൺ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാതെ ഞാൻ തിരിച്ച് പോരുന്ന വഴിക്ക് എങ്ങനെയോ ഒരു ലൈറ്റിൻ്റെ പ്രകാശം റോഡിൻ്റെ സൈഡിൽ, രാത്രിയാണ് ഒന്നും കാണാൻ പറ്റില്ല, ഒരു പ്രകാശം ഇങ്ങനെ പൊങ്ങി വന്ന് ഞാൻ നോക്കി. അപ്പം തന്നെ വണ്ടി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ കാശ് രൂപ അവിടെ കിടന്ന് ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിൽ പൊങ്ങി നിൽക്കുന്നു. ഞാൻ പോയി ആ കാശ് രൂപ എടുത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പണിയുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നിത്യവും എല്ലാ ദിവസവും മാതാവ് എനിക്ക് എൻ്റെ ജോലി തന്ന് എനിക്ക് അനുഗ്രഹം തരുന്നു. പിന്നെ അതുകൊണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടെ കൃപാസനത്തിലെ പത്രങ്ങളും എല്ലാം ഞാൻ മേടിച്ച് ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. അതുകൂടാതെ പള്ളികളിലൊക്കെ പോകുമ്പോൾ പള്ളികളിലൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി കിടക്കുകയാണെങ്കിൽ ആ പത്രവും എടുത്ത് ഞാൻ ഓരോ വീടുകളിൽ കൊടുക്കും. വേറെ ആർക്കും കയ്യിൽ ഇങ്ങനെ റോഡ് സൈഡിലൊന്നും കൊടുക്കില്ല, വീടുകളിൽ തന്നെ കയറി കൊടുക്കുകയുള്ളൂ, അല്ലാതെ വേറെ എങ്ങും കൊടുക്കാറില്ല. പിന്നെ മറ്റുള്ള എൻ്റെ പ്രാർത്ഥന എല്ലാം രാവിലേക്കും വൈകിട്ടും ബൈബിൾ വായനയാണെങ്കിലും 2 നേരവുമായിട്ട് 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. അതുകൂടാതെ അനാഥ മന്ദിരങ്ങളിലാണ് എന്നെ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സഹായിക്കുന്നു. മറ്റുള്ള എല്ലാ കൃപാസനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആത്മീയപരമായി ഞാൻ ചെയ്തു പോകുന്നു. ഇതുവരെയും ഇത്രയും തന്ന വരുമാനങ്ങളും എല്ലാം എനിക്കിപ്പോൾ ഒത്തിരി ഒന്നിലോ ഉപരിയായിട്ടാണ് എനിക്കിപ്പോൾ വരുന്നത്. ഞാൻ എപ്പോൾ ചോദിച്ചാലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, അപ്പോൾ സീറോയിലായാലും അപ്പം തന്നെ എൻ്റെ ഇരട്ടി എനിക്ക് തരും. അതായത് എൻ്റെ കയ്യിലുള്ളൂ, അപ്പം തന്നെ 2 ദിവസത്തിനുള്ള ഒരു 5 രൂപ എനിക്ക് തരുക. അങ്ങനെ എനിക്ക് മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ തന്നെ മദ്യത്തോട് കൂടിയുള്ള 25 വർഷമായിട്ടുള്ള പുകവലി, എൻ്റെ 16-ാമത്തെ വയസ്സിൽ എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു. അതായത് ദുശീലം വെച്ചാൽ മോഷണമില്ല, മറ്റുള്ള ഇതൊന്നുമില്ല. പക്ഷേ ഇത് മദ്യപാനം, പുകവലി എല്ലാം 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. പക്ഷേ എൻ്റെ 41-ാമത്തെ വയസ്സിൽ എല്ലാം പൂർണ്ണമായി ഞാനിപ്പോൾ ഉപേക്ഷിച്ച് നല്ല സന്തോഷമായി ജീവിച്ചു പോകുന്നു.